എനിക്ക് വോട്ട് ചെയ്യണമെന്നോ എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്നോ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നില്ല. നിങ്ങളുടെ ഓരോ വോട്ടും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ മാത്രം വിവരമുള്ള ആളുകളാണ് നിങ്ങളെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഒരു പഞ്ചായത്ത് കൊണ്ട് ഒരു ഗ്രാമത്തിനുണ്ടാകേണ്ട പ്രയോജനങ്ങൾ ആകത്തന്നെ നേടിയെടുക്കുവാനുള്ള കഴിവും അർഹതയുമുള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. 1966 റിലീസ് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥി സാറാമ്മ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. നസീർ സാർ പ്രസംഗിക്കുന്ന ആശയം കണ്ടില്ലേ? 1966 റിലീസ് ചെയ്ത പടമാണത്. 2026 അതായത് അടുത്ത മാസം ഇലക്ഷൻ തുടങ്ങുകയാണ്. അപ്പോഴും ഈ ആശയം മുഴിച്ചു തന്നെ നിൽക്കുകയാണ്. എന്താണ് ഇലക്ഷൻ? ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണകൂടത്തിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മഹത്തായ ആശയമാണ് അല്ലേ? നമുക്ക് ഭരണകൂടം തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അവകാശം. പക്ഷേ ജനങ്ങൾ ഇത് കറക്റ്റായിട്ട് വിനിയോഗിക്കാറുണ്ടോ? ഇല്ല. പാരമ്പര്യമായിട്ട് ഒരു പാർട്ടിക്കോ ഒരു വ്യക്തിക്കോ ബന്ധുത്വത്തിനോ വേണ്ടി മാത്രമാണ് നമ്മൾ ഇലക്ഷനിൽ വേണ്ടിയിട്ട് വോട്ടുകൾ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ എന്നെ അടക്കമുള്ള ഒരു സമൂഹത്തിനെയാണ് പറയുന്നത്. പക്ഷേ പരിഷ്കരണത്തിലൂടെയും ആവിഷ്കരണത്തിലൂടെയാണ് നമുക്കൊരു വലിയ സമൂഹത്തിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് പുനഃസൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി ചിന്തിക്കാനും മാറ്റി വോട്ട് ചെയ്യാനും വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് നമുക്ക് ആ അവകാശം തന്നിരിക്കുന്നത്. പക്ഷേ എത്ര പേര് ചിന്തിച്ച് ആ വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് അല്ലേ? വോട്ട് ചെയ്യാതിരിക്കുന്നത് തെറ്റുകാരാണ്. നമ്മൾ വോട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇലക്ഷനോടുള്ള ഒരു ചിലർക്ക് ദേഷ്യമുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാതിരുന്നൊരു കാര്യമില്ല. കള്ളവോട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യാതിരിക്കുന്നതും തെറ്റായി വോട്ട് ചെയ്യുന്നതും വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേണം നമുക്ക് വേണ്ട ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ.